എന്താണ് മതം? ഒരു കൂട്ടത്തെയാകാം, അല്ലെങ്കിൽ ഒരു താല്പര്യത്തെയാകാം നമ്മൾ ഇന്ന് മതം എന്ന് വിളിക്കുന്നത്. നമുക്ക് ചുറ്റും ഒരുപാട് മതങ്ങളുണ്ട്. എന്നാൽ ഓരോ മനുഷ്യനെയും നേരിട്ട് മനസ്സിലാക്കി അയാളുടെ പ്രശ്നങ്ങളും ജീവിതവും തിരിച്ചറിഞ്ഞ് അയാൾക്ക് വേണ്ട മാനസികവും സാമ്പത്തികവുമായ എല്ലാ സഹായങ്ങളും ചെയ്തു തരുന്ന ഒരു മതത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരിക്കലും സംഭവിക്കാത്ത ഒരു കാര്യം അല്ല, കൊല്ലും കൊലയും മാത്രമുള്ള മതങ്ങളെ കണ്ട് ശീലിച്ച നമുക്ക് അങ്ങനെയേ ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. നിലവിലുള്ള മതങ്ങളിൽ ഏറ്റവും പുതിയ മതം ആർക്കും അതിൽ അംഗമാവാൻ സാധിക്കും. അതിലംഗമായിട്ടുള്ളവരുടെ മാനസികമായ പ്രശ്നങ്ങളും വിഷമങ്ങളും എടുത്ത് തിരിച്ചറിഞ്ഞ് അതെടുത്ത് മാറ്റി അവർക്ക് സന്തോഷപൂർണമായ ഒരു ജീവിതം നൽകുക എന്നതാണ് സയന്റോളജിയുടെ ലക്ഷ്യം. സയൻസ് എന്നൊരു വാക്ക് അതിൽ ഉൾക്കൊള്ളുന്നു എന്നതുകൊണ്ട് സയന്റോളജി എന്നത് ശ്രേഷ്ഠമായൊരു മതമാകാൻ സാധ്യതയുണ്ടോ? അറിയില്ല. പക്ഷെ പൊതുവെ സയന്റോളജിയെക്കുറിച്ച് പറയുന്ന ചില വിഷയങ്ങളാണ് തൊട്ടു മുമ്പ് ഞാൻ പറഞ്ഞത്. എന്നാൽ അതിനുമപ്പുറം ചില രഹസ്യങ്ങൾ അതിനു പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ടോം ക്രൂസിന്റെ ഒരു വീഡിയോ ഞാൻ കാണാനിടയായത്. അതിന്റെ പ്രസക്തമായ ചില ഭാഗങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. ലേറ്റ് ഷോ വിത്ത് ഡേവിഡ് ലെറ്റർമാൻ എന്ന ഒരു ഷോയിൽ വന്ന ഇന്റർവ്യൂ ആണിത്. അതിൽ ചിരിച്ചു മറിയുന്ന ടോം ക്രൂസിനെ നമുക്ക് കാണാം. എന്ത് തമാശയായിരിക്കും ആ ചിരിക്ക് പിന്നിൽ? അത് കേട്ടാൽ നിങ്ങൾക്ക് ചിരി വരുമോ എന്നെനിക്കറിയില്ല. അതിൽ പറയുന്നത് ടോം ക്രൂസ് ചെയ്ത ഒരു പ്രവൃത്തിയെക്കുറിച്ചാണ്. വിമാനത്തിൽ പോയിക്കൊണ്ടിരിക്കെ ഓക്സിജൻ ലെവൽ കുറഞ്ഞു എന്നതും അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി പിന്നിലുള്ള പാസഞ്ചറുടെ ഓക്സിജൻ മാസ്ക് പിടിച്ചു വാങ്ങി എന്നും. ആ പാസഞ്ചർക്ക് എന്താണ് സംഭവിച്ചത് എന്ന് ലെറ്റർമാൻ ചോദിക്കുന്നുണ്ട്. അയാൾ ബ്ലാക്ക് ഔട്ടായി എന്ന് ടോം ക്രൂസ് മറുപടിയും പറഞ്ഞു. അതിനുശേഷമാണ് 2 മിനിറ്റ് നീളമുള്ള ഈ ചിരി കാണാൻ സാധിക്കുന്നത്. എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന ആങ്കർ. അതാണ് ആ ഒരു പ്രോഗ്രാമിന്റെ ഹൈലൈറ്റ്. അത് വെറും ഒരു ബ്ലാക്ക് ഹ്യൂമർ ആയിരുന്നു എന്നും അതിനെ അങ്ങനെ കണ്ടാൽ പോരെ എന്നുമുള്ള കമന്റുകൾ ആ വീഡിയോയ്ക്ക് താഴെ നമുക്ക് കാണാൻ സാധിക്കും. ഇതും അദ്ദേഹം വിശ്വസിക്കുന്ന സയന്റോളജിയും തമ്മിൽ എന്താണ് ബന്ധം? അതെന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ സയന്റോളജി എന്താണ് എന്നറിയണം.